നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ടുകൾ ധർമ്മസ്ഥല കേസിൽ നിർണായക നീക്കങ്ങളുമായി SIT. ബംഗളൂരുവിൽ നടന്നത് കൂട്ടക്കൊലപാതകമെന്ന് ശാസ്ത്രീയ തെളിവുകളിൽ സൂചന. മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ. മണ്ണ് കുഴിച്ചുള്ള പരിശോധന ജൂൺ ആദ്യം തുടങ്ങിയേക്കും. ദൃക്സാക്ഷിയുമായി സ്ഥലത്തെത്തി അന്വേഷണ സംഘം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന്. സർക്കാരിന്റെ പോലീസ് നയം ചർച്ചയാകും. SP റാങ്ക് മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പാരിയത്തുകാവിലെ കുടിയിറക്കലിന് കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന്. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയുടെയും ഡീസലിന് 91 പൈസയുടെയും വർധനവ്. ഇന്ധനവില കൂട്ടുന്നത് 10 ദിവസത്തിനിടെ 3-ാം തവണ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിക്ക്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനം. AICC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ കാണുന്നതിൽ തീരുമാനമായില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി റോജി M. ജോൺ. സിലബസിൽ VC നിയമനത്തിൽ യോഗ്യത മാത്രം മാനദണ്ഡമാക്കും. ജാതി നോക്കി VC നിയമനം നടത്തുന്ന രീതി അവസാനിപ്പിക്കുമെന്നും മന്ത്രി News 18നോട്. വിഷു ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. വിറ്റഴിച്ചത് 45 ലക്ഷം ടിക്കറ്റുകൾ. കൂടുതൽ വിൽപ്പന പാലക്കാട് ജില്ലയിൽ. 1-ാം സമ്മാനം 12 കോടി രൂപ. IPL ബാംഗ്ലൂരുവിനെതിരെ ഹൈദരാബാദിന് 55 റൺസിന്റെ തകർപ്പൻ ജയം. ഇന്ന് ലക്നൗ പഞ്ചാബിനെ നേരിടും. നമ്മൾ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അവിടെ നിർണായക നീക്കങ്ങളുമായി SITയുടെ കണ്ടെത്തലുകൾ വരുന്നു. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ച് SIT. ബംഗളൂരുവിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തിനോടും ഒപ്പമെത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ, അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്തു നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യവാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, SITയുടെ പുനരാവിഷ്കരണം അത് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു. തലയോട്ടി യാഥാർത്ഥ്യമാണെന്നുള്ള കണ്ടെത്തലുകൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നു. ഇതിലൂടെ കൂടുതൽ സാമ്പിളുകൾ കണ്ടെത്താൻ കൂടുതൽ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ SIT? എത്രമാത്രം പ്രതീക്ഷയാണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? തീർച്ചയായും ഹരി, ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഈ കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അതിലേറ്റവും കാരണം ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ഈ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണമൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജമായ നിരവധി തെളിവുകൾ ഇതിൽ ഹാജരാക്കി വലിയ അത്തരത്തിൽ കേസ് മുന്നോട്ട് പോവുകയാണെന്ന തരത്തിലൊക്കെ വലിയ തോതിൽ ആരോപണം ഉയർന്നു. അതുമാത്രമല്ല, ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വളരെ നിർണായകമായ
ഈ ഒരു FSL റിപ്പോർട്ട് വരുന്നത്. ബാംഗ്ലൂരുവിലെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആ റിപ്പോർട്ടിൽ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും ലഭിച്ച ഈ ബംഗളഗുഡ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടാവശിഷ്ടങ്ങൾ അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ട് എന്ന തരത്തിലുള്ള ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഹരി തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് കോടതിയിൽ തെളിവിനായി ചിന്നയ്യ ഹാജരാക്കിയ ആ തലയോട്ടി തന്നെയാണ്. അത് പുറത്തു നിന്നും കൊണ്ടുവന്നതാണ് എന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. അതായത് തലയോട്ടിയിലുള്ള മണ്ണും ബംഗളകുട്ടിയിലെ മണ്ണും അത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബംഗളകുട്ടിയിൽ നിന്നാണ് ഈ തലയോട്ടി ഇത്തരത്തിൽ എടുത്തതെന്ന ഒരു മൊഴി അത് ഏതായാലും കൃത്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ SIT സംഘം വളരെ നിർണായകമായ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വിട്ടൽ ഗൌഡിയാണ് തലയോട്ടി ഈ ഒരു ബംഗളകുട്ടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് കണ്ട സാക്ഷിയായ പ്രദീപ് കുലാലിനോടൊപ്പം അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം അന്നത്തെ സീൻ, അതായത് അന്ന് എങ്ങനെയായിരുന്നു ആ രംഗം ഉണ്ടായിരുന്നത്, അത് ഏത് രീതിയിലായിരുന്നു ഈ ഒരു തലയോട്ടി അവിടെ നിന്നും എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്, അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ അതേ രീതിയിലാണ് രംഗം പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും വളരെ നിർണായകമായ നീക്കം തന്നെ ഈ ഒരു കേസിൽ നടക്കുന്നുണ്ടെന്ന് വേണം ഇനി പറയാൻ. മാത്രമല്ല വീണ്ടും ഈ ഒരു മണ്ണ് കുഴിച്ചുള്ള പരിശോധനയ്ക്ക് SIT മുന്നോട്ട് പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 1 മുതൽ 13 വരെ നേത്രാവതി പുഴയുടെ തീരത്ത് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ വലിയ തോതിൽ തെരച്ചിൽ നടത്തി. അങ്ങനെ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ അതോടൊപ്പം അസ്ഥികൂടാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് 1000-ഓളം അസ്ഥികൂടാവശിഷ്ടങ്ങളാണ് ലഭിച്ചത്. 8 പൂർണ്ണ അസ്ഥികൂടവും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ എല്ലാം ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ ഒരു പരിശോധനാ ഫലത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം ഈ കേസ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ബംഗളഗുഡയിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു രംഗം പുനരാവിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി SITയുടെ നീക്കം എന്താണ്, അടുത്ത നീക്കം എന്താണെന്നത് വളരെ പ്രധാനമാണ്. ഏതായാലും ബെൽത്തങ്ങാടി കോടതിയിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് കോടതിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമായിരിക്കും അടുത്ത പരിശോധന നടക്കുക. ഇതിൽ കർണാടക ഹൈക്കോടതി വലിയ തോതിൽ ഈ ഒരു SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഇതിൽ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി ഇതിന്റെ സത്യാവസ്ഥ അത് റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം കർണാടക DGP തലവനായിട്ടുള്ള ഒരു SIT ആണ്, വലിയ തോതിൽ അന്വേഷണ സംഘം ഉള്ള ഒരു SIT ആണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് SITയുടെ നീക്കം. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ആ പരിശോധനാ ഫലം വൈകിയതാണ് അന്വേഷണം മന്ദഗതിയിലായത്. ഏതായാലും അതിൽ ഒരുപാട് വിവരങ്ങൾ SITയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫോറൻസിക് ലാബ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് നടക്കുക. ബംഗളഗുഡ ഇപ്പോൾ വീണ്ടും SITയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. മുഴുവൻ ഭാഗവും SIT അവിടെ സീൽ ചെയ്ത് പോലീസ് കാവൽ വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും 74 പേരുടെ പരാതിയാണ് ഈ ഒരു അന്വേഷണം തുടങ്ങിയതിന് ശേഷം SITക്ക് ലഭിച്ചിട്ടുള്ളത്. ധർമ്മസ്ഥലയിലെത്തി കാണാതായി എന്ന് പറയുന്ന 74 പേരുടെ പരാതി. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ 2 അസ്ഥികൂടങ്ങൾ, അതായത് ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ച 2 അസ്ഥികൂടങ്ങൾ കാണാതായ പരാതി ലഭിച്ചവരുടെ DNA-യുമായി സാമ്യം ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ. അതായത് ആക്ഷൻ കമ്മിറ്റിക്ക് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ പകരുന്നത്. ഇനി കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലവും DNA പരിശോധനാ ഫലവും നേരത്തെ ശേഖരിച്ച DNA പരിശോധനാ ഫലവും സാമ്യമുണ്ടെങ്കിൽ കൂടുതൽ പേർ ഇവിടെ നിന്നും കൊല്ലപ്പെട്ടത് ആളുകളെ കണ്ടെത്താൻ സാധിക്കും. ഏതായാലും 100 കണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും അതുപോലെ തന്നെ യുവതികളെയും ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇവിടെ കൊഴിച്ചുമൂടി എന്നാണ് ഈ ചിന്നയുടെ മൊഴി ഉണ്ടായിരുന്നത്. അതോടൊപ്പം പ്രദീപ് കുലാലും വിട്ടല ഗൌഡിയും ഇതിന് സാക്ഷികളായി എന്ന ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഇതുകൊണ്ട് ഇവർ സാക്ഷികളാണ്, രണ്ടുപേരും സാക്ഷികളാണ്. കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം തങ്ങൾക്കറിയാം, അത് ബംഗളഗുഡയിൽ തങ്ങൾ കാട്ടിത്തരാമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. ഇനി ഇവരെ വിശ്വാസത്തിലെടുത്ത് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഏറ്റവും പ്രധാനം. അതല്ല, നേരത്തെ വലിയ തോതിൽ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് മന്ദഗതിയിലായിരുന്നു. പക്ഷേ SIT സംഘം കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വേണം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കാണാൻ. ഏതായാലും ധർമ്മസ്ഥല കേസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. മാത്രമല്ല, ഈ കേസിൽ സത്യം, മണ്ണിൽ മൂടപ്പെട്ട വലിയ തോതിലുള്ള സത്യം പുറത്തു വരാനുണ്ട്. അത്തരം സത്യങ്ങൾ പുറത്തു വരുമെന്ന വലിയ പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുമുണ്ട്. ഒപ്പം ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ആവശ്യം ഉന്നയിച്ചതാണ്, നിരന്തരം ആരോപണം
ആരോപണം ഉന്നയിച്ചതാണ്. ഇവിടെ കൊലപാതകം നടന്നത് സംബന്ധിച്ചൊക്കെ വലിയ തോതിലുള്ള മൊഴികൾ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം പൂർത്തീകരിക്കേണ്ടത് SITയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് SITക്ക് നൽകിയിട്ടുള്ളത്. SITക്ക് കൃത്യമായ അന്വേഷണം നടത്തുന്ന കാര്യത്തിലും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ SITക്കെതിരെ വലിയ തോതിലുള്ള പരാതിയോ അത്തരത്തിൽ ഇവരെ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അല്ലാതെ മറ്റു തരത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയൊന്നും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏതായാലും ആക്ഷൻ കമ്മിറ്റിയും അതോടൊപ്പം ഈ അന്വേഷണ സംഘവും പ്രധാനമായി കാത്തുനിന്നത് ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. അതിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമുണ്ട്. അതിപ്പോൾ പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ ഈ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലത്തിലുമുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഇതാണ്. ഇവിടുന്ന് ശേഖരിച്ച 8 പൂർണ്ണ അസ്ഥികൂടങ്ങൾ അതോടൊപ്പം 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങൾ ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ട് എന്ന് തന്നെയാണ് ഫോറൻസിക് പരിശോധനാ ഫലം. നേരത്തെ ഇവിടെ ഈ ശ്മശാനത്തിൽ സംസ്കരിച്ച മൃതദേഹങ്ങളാണെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെ പൊളിക്കുന്ന വലിയ തോതിലുള്ള ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ആക്ഷൻ കമ്മിറ്റി വീണ്ടും സജീവമായിട്ടുണ്ട്. അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. ഇതിൽ വിശദമായ ഒരു പരിശോധന, മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തണം എന്നൊരു ആവശ്യം തന്നെയാണുള്ളത്. ഏതായാലും 10 മാസത്തോളം സമയമെടുത്തു ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന്. ചിന്നയ്യ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നമുക്കറിയാം, ദൃശ്യങ്ങളിലൊക്കെ കണ്ട ആദ്യത്തെ മാസ്ക് മാൻ പിന്നീട് സാക്ഷി പ്രതിയാകുന്നു. ഇയാൾ പിന്നീട് ജയിലിൽ നിന്നും ഇയാളെ ജാമ്യത്തിൽ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. പക്ഷേ ഇതിൽ SIT എങ്ങനെയാണ് ചിന്നയ്യ ഈ കേസിൽ കൂറുമാറാനിടയായ സാഹചര്യം എന്നത് അന്വേഷിക്കും. കാരണം ഈ തലയോട്ടി ചിന്നയ്യ ഈ സംഭവത്തിന് തെളിവിനായാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. പക്ഷേ ആ സമയത്ത് വലിയ തോതിൽ ആരോപണമുയർന്നു. ചിന്നയ്യെ ഇത്തരം വ്യാജമായ തെളിവുകൾ ഹാജരാക്കിയതാണ് എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ആരോപണമുയർന്നു. പക്ഷെ അതല്ല, ഇത് ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ച തലയോട്ടി തന്നെയാണ് എന്ന ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതോടുകൂടി ചിന്നയ്യ വീണ്ടും ഈ ചർച്ചാ വിഷയമാകും. ചിന്നയ്യ ഏറ്റവും ഒടുവിലായി ഈ കേസിൽ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിന്നയ്യയെ വിശദമായി ചോദ്യം ചെയ്തേക്കാം. അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരായ മഹേഷ് ഷെട്ടി, തിമരോടി, ജയാനന്ദ തുടങ്ങിയ ആളുകളെയും വീണ്ടും അവർ മൊഴി രേഖപ്പെടുത്തിയേക്കും. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 67ഓളം പരാതികളാണ് SITക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. പലതരത്തിൽ ഇവിടെ എത്തി കാണാതായി എന്ന് പറയുന്ന ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ DNA പരിശോധനാ ഫലം സാമ്യമുള്ളതിൽ ഒരാൾ കുടകിൽ നിന്നും കാണാതായതാണ്, മറ്റൊരാൾ മൈസൂരിൽ നിന്നും കാണാതായതാണ്. ഇങ്ങനെ 2 പേരുടെ മൃതദേഹ സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു ബന്ധുക്കളുടെ DNA സാമ്പിളുമായി സാമ്യം വന്നിട്ടുള്ളത്. അതേതായാലും വൈകാതെ തന്നെ ആ ഒരു അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അവർക്ക് കൈമാറാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ DNA സാമ്പിളുകൾ ഇവിടെ നിന്ന് ലഭിച്ച ഫോറൻസിക് പരിശോധന ഫലവുമായി ഒത്തുനോക്കും. അതും സാമ്യമാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഈ കേസിലെ തെളിവായി മാറും. ഏതായാലും വളരെ നിർണായകമായ 2 സാക്ഷികളെ ഇതിൽ ലഭിക്കും എന്ന് വേണം ഈ ഒരു DNA പരിശോധനാ ഫലം സാമ്യമായതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലയോട്ടി, അവിടെ നിന്നുള്ള മണ്ണും തലയോട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണും അത് സാമ്യമായതോടുകൂടി ഈ കേസ് വളരെ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ വസ്തുത ഇതിൽ ഉണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേത്രാവതി പുഴയുടെ തീരത്തായി 1 മുതൽ 13 വരെയിടങ്ങളിൽ മാർക്ക് ചെയ്ത് ദിവസങ്ങളോളം എടുത്ത് നിരവധി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വലിയ സന്നാഹത്തോടു കൂടിയാണ് തെരച്ചിൽ നടത്തിയത്. പലയിടങ്ങളിൽ നിന്നും മൃതദേഹം ലഭിച്ചിരുന്നെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ട് ഒന്നും മൃതദേഹാവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യം വന്നു. ഏറ്റവും ഒടുവിൽ ബംഗളഗുഡ കേന്ദ്രീകരിച്ച് നടത്തിയ, അതായത് ഒരു വനപ്രദേശമാണ്, അവിടെ വലിയ വികസനങ്ങളൊന്നും വർഷങ്ങളായി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വേഗത്തിൽ ഈ ഒരു പരിശോധനയിൽ അസ്ഥികൂടങ്ങളും അസ്ഥികൂട അവശിഷ്ടങ്ങളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന അസ്ഥികൂടങ്ങളുടെ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം നടത്തി ഇനി മുന്നോട്ട് അന്വേഷണം പോകാമെന്ന തരത്തിലായിരുന്നു അന്വേഷണം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണം ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി വലിയ തെരച്ചിലേക്ക് ഈ SIT മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സംഭവിക്കുകയാണ്. ന്യൂസ് 18 ആദ്യം ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന്റെ ഒരു നിർണായകമായൊരു നീക്കത്തിലേക്ക് നീങ്ങുകയാണ് SITയുടെ അന്വേഷണം. അത് 2 പേരുടെ DNA സാമ്പിളുമായി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ്. കഴിഞ്ഞൊരു 10 മാസത്തോളമായി ഒരു അപ്ഡേറ്റും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് SITയുടെ അന്വേഷണ ഫലം നീങ്ങുന്നത്. അതൊരു വലിയ പുതിയൊരു ആശ്വാസമാണ് SITക്ക് നൽകുന്നത്. കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം
വിശ്വാസത്തിലാണ് SIT സംഘവും നിൽക്കുന്നത്. ഒരുപാട് തെളിവുകൾ അവരുടെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് KV ബൈജു ഇപ്പോൾ വിശദാംശങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എടുത്തിട്ടത്. അങ്ങനെ ധർമ്മസ്ഥല വീണ്ടും ഉണരുകയാണ്. ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് എന്താണെന്നുള്ള ആ ചുരുളുകൾ അഴിയുമോ എന്നുള്ളത് വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം മലയിടം തുരുത്തിലെ പാരിയത്തുകാവിലെ ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ഒരു കാരണവശാലും കുടുംബങ്ങളെ പെരുവഴിയിൽ ഇറക്കിവിടാൻ സർക്കാർ ഇടവരുത്തില്ലെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചിരിക്കുന്നു. ഇന്ന് കുടിയിറക്കൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. അഭിഭാഷക കമ്മീഷനും അമീനും സ്ഥലത്ത് എത്തും. പോലീസിന്റെ ഭാഗത്തു നിന്ന് ബലപ്രയോഗം ഉണ്ടാകില്ലെന്നും മന്ത്രി താമസക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആജ്ഞ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ 14 വട്ടം പോലീസ് എത്തിയത് പാടെ തന്നെ തിരിച്ചുപോയി. പക്ഷേ 15ാമത്തെ വട്ടം എത്തിയപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. അവിടെ ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെ ഉണ്ടാകുന്നു. സമരപ്പന്തൽ പോലീസ് പൊളിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു. നിലത്തിട്ട് കൊണ്ടുപോകുന്ന ആളുകളെ കണ്ടു. പക്ഷേ പിന്നീട് അവിടെ ആഭ്യന്തരമന്ത്രി ഇടപെടുന്നൊരു കാഴ്ചയും ഉണ്ടായി. സർക്കാർ എങ്ങനെയാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുക? എന്തായിരിക്കും കാര്യങ്ങളിലേക്ക് നീങ്ങുക? ഹരി, കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ DGPയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ചേർന്ന് യോഗം ചേർന്നത്. അതിനുശേഷമാണ് മന്ത്രി റോജി എം ജോണിനെ സമരക്കാരോട് സംസാരിക്കാൻ ചുമതല ഏൽപ്പിച്ചത്. അതേ തുടർന്ന് ഇന്നലെ മന്ത്രിയും സമരക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ അതായത് എറണാകുളത്ത് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടേതാണ് നിലവിൽ ഉത്തരവെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സാവകാശം വേണം. അത് ഹൈക്കോടതിയിൽ നിന്നും അതിന് നിർദ്ദേശമുണ്ടാകണം. സ്വാഭാവികമായിട്ടും ഇന്ന് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. രാവിലെ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടായാൽ ഈ തൽക്കാലത്തേക്ക് എവിക്ഷൻ നടപടികൾ നിർത്തിവെക്കാൻ കഴിയും. അത് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ 19 ഏക്കർ സ്ഥലത്തിന്റെ കാര്യമാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയുടെ മുന്നിൽ 2.65 ഏക്കർ മാത്രമാണുള്ളത്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് അതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്. പക്ഷേ ഈ 19 ഏക്കർ എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. ആ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം. ഈ 2.65 ഏക്കർ എന്ന് പറയുന്നത് ഈ 19 ഏക്കറിൽ ഉൾപ്പെടുന്നതാണ്. ആ പുറമ്പോക്ക് ഭൂമിയാണ് അളന്ന് തിട്ടപ്പെടുത്തേണ്ടുന്ന സാഹചര്യമുള്ളത്. അതേസമയം അത് തിട്ടപ്പെടുത്തിയാൽ, അതായത് പുറമ്പോക്ക് ഭൂമി അളന്ന് കൃത്യമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല. അതല്ലെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ തന്നെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു നിരീക്ഷണത്തിലാണുള്ളത്. ഇത് മാത്രമാണ് നിലവിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ ലൂപ്പ് ഹോളായിട്ടുള്ളത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. അത് തന്നെയായിരുന്നു LDF സർക്കാർ തുടർന്നു പോകുന്നത്. 14 തവണയാണ് നേരത്തെ ഈ എവിക്ഷൻ നടപടികളുമായി അഡ്വക്കേറ്റ് കമ്മീഷൻ മുന്നോട്ട് വന്നിരുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷൻ ജയപാലിന് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് CPM ആരോപണം. പ്രത്യേകിച്ച് ലാൻഡ് മാഫിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവനുസരിച്ച് അഡ്വക്കേറ്റ് കമ്മീഷനും അതുപോലെ ആമീനും സ്ഥലത്തെത്തി സ്വാഭാവിക നടപടികളാണ്. മാത്രമല്ല ഇത്തരം എവിക്ഷൻ നടപടികൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അതിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ഇടപെടൽ ഉണ്ടാക്കില്ല എന്നാണ് മന്ത്രി സമരക്കാർക്ക് ഇവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥർക്ക് നൽകിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്. അതിനനുസരിച്ച് സർക്കാർ ആ കാര്യത്തിൽ ഇടപെടൽ നടത്തും. ആഭ്യന്തരമന്ത്രി DGPക്കും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോകാൻ. സാവകാശം കിട്ടുകയാണെങ്കിൽ സർക്കാരിന് അതുപോലെ ഇവിടുത്തെ ഭൂമിയുടെ അവകാശികൾക്കും അല്പം ആശ്വാസകരമായ വിധിയാണ്. അതേസമയം ഈ കോടതി വിധി എതിരായാൽ ഇവരെ പുനരധിവസിപ്പിക്കും എന്നുള്ള കാര്യവും കോൺഗ്രസ് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. UDF സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. അതേസമയം പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് മന്ത്രി റോജി എം ജോൺ കഴിഞ്ഞ ദിവസം ഇവരുമായി ചേർന്നിട്ടുള്ള മീറ്റിംഗിൽ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് എന്തായാലും തുടർ നടപടികൾ, കോടതിയുടെ നടപടികൾ 23, അതായത് ഇന്ന് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള എവിക്ഷൻ നടത്തി തിങ്കളാഴ്ച ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ആ എവിക്ഷൻ നടപടികൾ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ സമര
സമരക്കാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സമരക്കാരുമായി പറയുന്ന ഒരു മർദ്ദന മുറയിലേക്ക് മാറുന്ന തരത്തിലേക്ക് അത് ആക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് കൂടി സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം എന്നുള്ള നിലയിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരുപക്ഷെ അനുകൂല വിധി ലഭിച്ചേക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷയും നിലവിൽ. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഒരു കാരണവശാലും കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി റോജി എം ജോണും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഒന്നാം പ്രതി സിന്ധു, മഞ്ജിമ, അലീന, ബിലാൽ തുടങ്ങിയവർ റിമാൻഡിലാണ്. കേസിൽ കൂടുതൽ പ്രതികളും ഇരകളും ഒരുപോലെ ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. അതിനാൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ദുബായിലുള്ള 2 പ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ആജ്ഞ രവീന്ദ്രൻ തന്നെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ആജ്ഞ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ ദിവസവും ഇപ്പോൾ ബിലാലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ബിലാലിന്റെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഈ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ വരെ ബിലാൽ ഉണ്ടാക്കുന്ന കഴിവിനെ പറ്റിയും ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന അപ്ഡേറ്റുകളും വളരെയധികം വീക്ഷണത്തോടെയാണ് കേരള ജനത നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സ്ഥിതിവിശേഷങ്ങൾ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് പോലീസ്. നേരത്തെ മുതൽ അതായത് 4 പ്രതികളാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. ബിലാൽ ഉൾപ്പെടെ 4 പ്രതികൾ, അതായത് സിന്ധു, അലീന, മഞ്ജിമ, അതുപോലെ ബിലാൽ, ഈ 4 പേരാണ് ഇപ്പോൾ ഈ റിമാൻഡിലുള്ളത്. ഇവരെ പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതേസമയം കഴിഞ്ഞ ദിവസം സിന്ധുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് FIR അനുസരിച്ചും 5 പ്രതികളായിരുന്നു നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട. ബിലാലിനെ ചേർത്ത് ഇപ്പോൾ 6 പ്രതികളാണുള്ളത്. 5 പ്രതികളിൽ 3 പേര് മാത്രമേ പിടിയിലായിട്ടുള്ളൂ. ഇനി 2 പേരുണ്ട്. അത് റഹ്മത്ത്, ഷംന എന്നിവരാണ്. 2ാം പ്രതി ഷംനയും അതുപോലെ 5ാം പ്രതി റഹ്മത്തുമാണ് ഇനി ഈ കേസിൽ പിടിയിലാവാനുള്ളത്. ഇവരെ ദുബായിൽ ആണുള്ളത്. ദുബായിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അത് മാത്രമല്ല, ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിലാലിന്റെ ഇടപെടലുകൾ, അയാൾ നേരത്തെ ദുബായിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവന്റ് മാനേജ്മെന്റ്, അതായത് സിന്ധുവിന്റെ മകളുടെ പേരിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി കഴിഞ്ഞ 14 വർഷമായി ദുബായിൽ റൺ ചെയ്യുന്നുണ്ട്. വർഷത്തിൽ 3 ഇവന്റുകൾ മിനിമം സംഘടിപ്പിക്കാറുണ്ട്. അതിൽ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കാറുണ്ട്. ഇത്തരം താര പരിവേഷം കാണിച്ചിട്ടാണ് ഈ ആളുകളെയൊക്കെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള നീക്കമുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകൾ കൂടി, അതായത് ഈ താരങ്ങളെ കൂടി, ഈ പരിപാടിയിൽ പങ്കെടുത്ത താരങ്ങളെ കൂടി, അത്ര ഇടപെടൽ നടത്തുന്ന ആളുകളെ കൂടി ഈ ചോദ്യം ചെയ്യലിൽ അവരുടെ മൊഴിയെടുക്കാൻ കൂടി പോലീസ് നീങ്ങുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മാത്രമുള്ള വിവരം മാത്രമേ ഇപ്പോൾ പോലീസിനുള്ളൂ. ഈ 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അറസ്റ്റുകൾ, അതല്ലെങ്കിൽ എത്ര യുവതികൾ ദുബായിൽ പലയിടത്തായി ഇത്തരം റാക്കറ്റുകളിൽ പെട്ടുകിടപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഈ 4 പ്രതികൾ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. ബിലാൽ ഉൾപ്പെടെയുള്ള, കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായ ബിലാൽ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയാണ് ഈ സിന്ധു. മറ്റ് 2ഉം 5ഉം പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലുമാണ് പോലീസ്. ഹരി, ഇതാണ് സാഹചര്യം. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് നടക്കും. 10:30 പോലീസ് ആസ്ഥാനത്താണ് യോഗം. ക്രമസമാധാനം, ലഹരി വിരുദ്ധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. SP-മാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാകും യോഗത്തിൽ പങ്കെടുക്കുക. ക്രമസമാധാന നിലയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ശേഷം ആഭ്യന്തരമന്ത്രി പോലീസ് നയം പ്രഖ്യാപിക്കും. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഹേമചന്ദ്രനും പങ്കെടുക്കും. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി എത്തുന്നത്. സാരംഗ്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ ഉന്നതതല യോഗമാണ്. വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആകുമ്പോഴേക്കും എന്തൊക്കെ അഴിച്ചുപണികൾ, മാറ്റങ്ങൾ പ്രതീക്ഷിക്കും? ഹരി, ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും അതായത് സംസ്ഥാനത്തെ
കുറ്റകൃത്യങ്ങളുടെ നിരക്കടക്കം എത്തരത്തിലാണ്, അതുമാത്രമല്ല ഈ ലഹരി ഉപയോഗം തുടങ്ങിയ വലിയ വിഷയങ്ങളടക്കം ഈ ചർച്ചയിൽ അജണ്ടയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഉള്ള യോഗമാണ് ഇന്ന് 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. SP മുതൽ ഉയർന്ന റാങ്കിലുള്ള എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും പോലീസ് നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് അഴിച്ചുപണികൾ, അതായത് 10 വർഷത്തോളം തുടർന്ന ഇടത് സർക്കാരിൻ്റെ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്കായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള പോലീസ് തലപ്പത്തും മറ്റും ഉള്ള കാര്യങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് പോലീസ് നയവും ഒപ്പം ക്രമസമാധാന നിലയുടെ ഒരു കാര്യം കൂടി ആഭ്യന്തരമന്ത്രി ഈ ഒരു ചർച്ചയിൽ വിഷയമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യം എങ്ങനെയാണ്, നമുക്കറിയാം കുറച്ച് മുൻപ് വരെ ലഹരിയുടെ ഉപയോഗം വളരെ രീതിയിൽ ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതടക്കം ക്രമസമാധാന നിലയെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിരുന്നു സംസ്ഥാനത്ത്. അതുമാത്രമല്ല ഒപ്പം സംസ്ഥാനത്തേക്കുള്ള ലഹരിയുടെ ഒഴുക്കും തടയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നടക്കം ഈ യോഗം വിലയിരുത്തുകയും ചെയ്യും. അതിനൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള മറ്റ് കാര്യങ്ങളും ഈ ചർച്ചയിൽ അജണ്ടയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യ യോഗമാണ് UDF സർക്കാർ അധികാരമേറ്റ് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആദ്യ യോഗവുമാണ്. ഇതിൽ സുപ്രധാനമായും പോലീസ് നയവുമായി ബന്ധപ്പെട്ട്, അതായത് മുന്നോട്ടുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ എങ്ങനെയായിരിക്കും പോലീസിന്റെ കാര്യങ്ങൾ, മാത്രമല്ല രമേശ് ചെന്നിത്തല നമുക്കറിയാം മുൻപ് ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അത്തരത്തിലുള്ളൊരു പ്രവർത്തന മികവ് അദ്ദേഹം ഇതിനു മുൻപും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തിനായാലും അതിന്റെ തുടർച്ച, അത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും പോലീസിലും പോലീസ് തലപ്പത്തും പോലീസിന്റെ പല രീതികളിലും മാറ്റമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ തന്നെ നിർദ്ദേശം വന്നിരുന്നു, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന രീതിയിൽ നിന്ന് മാറ്റി ഇൻസ്പെക്ടർ, അതായത് പോലീസ് ഇൻസ്പെക്ടർ എന്ന രീതിയിലേക്ക് ഒരു പുനർക്രമീകരണം പഴയ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശം വരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതടക്കം ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തിനായാലും മറ്റുള്ള മാറ്റങ്ങൾ, അതായത് ഈ പോലീസ് തലപ്പത്ത് എന്തൊക്കെ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഹരി, എന്തായാലും 3ാം തവണയാണ് രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്നത്, അതിൽ 2ാം വട്ടമാണ് ആഭ്യന്തരമന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഈ ഇന്നത്തെ യോഗത്തിൽ എന്തായിരിക്കും നിർണായക തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതും ലഹരി മാഫിയ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ മുഖം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മഴയുടെ ഒരു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 7 ജില്ലകളിൽ ആണ് യെല്ലോ അലേർട്ട് ഉള്ളത്. 26-ന് കാലവർഷം എത്തുമെന്നാണ് അറിയിപ്പ്. സാരംഗിലേക്ക് തന്നെയാണ് പോകുന്നത്. സാരംഗ്, നിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കേണ്ട രീതിയിലേക്ക് മാറുന്നുണ്ടോ കാലാവസ്ഥാ വകുപ്പ് എന്നാണ് പറയുന്നത്? ഹരി, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ മഴ ആലപ്പുഴ ജില്ലയിലടക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ട് ആയിരുന്നു ആലപ്പുഴ ജില്ലയിൽ. ഇന്നും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെയും, ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 7 ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മഴയ്ക്ക് കാരണം അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് 60 കിലോമീറ്റർ വേഗത വരെ ചില സമയങ്ങളിൽ ഉയർന്ന വേഗതയിൽ ഉണ്ടാകുന്ന കാറ്റ് വലിയ രീതിയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരുന്ന ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യത. 26-ാം തീയതിയോടുകൂടി ഈ വർഷത്തെ മൺസൂൺ കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ തുടരും. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തുടനീളവും മഴ തുടരുന്നുണ്ട്. ഹരി, 26-ന് കാലവർഷം എത്തുമെന്നുള്ളതാണ് അറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് രീതിയിൽ മഴ തുടരുന്നുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിൽക്കുകയാണ്. പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക. നല്ല ശക്തമായ മഴയും കാറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവരവർ സൂക്ഷിക്കുക. ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക. എല്ലാവരും ജാഗരൂകരായി നിൽക്കുക. 26-ന് കാലവർഷം എത്തുമെന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാരംഗ് നൽകുന്ന വിശദാംശങ്ങൾ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. കേരള തീരത്തും മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക. നമ്മളത് പറഞ്ഞിരുന്നു, 26-നാണ് എത്തുന്നത്. ആശങ്കയിൽ നിൽക്കുകയാണ് കാസർഗോഡ് വീരമലക്കുന്ന്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാത കടന്നു പോകുന്ന പ്രദേശത്ത് ഏത് സമയത്തും മണ്ണിടിഞ്ഞ് വീഴ് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണമാണ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ദേശീയ പാതയ്ക്കരികിലുള്ള വീരമലക്കുന്നിന് അപകടത്തുരുത്താണ്. ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്ന് അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ചതാണ് വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നത്. ചെറിയ മഴ പെയ്താൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ഈ കാലവർഷത്തിലും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് വീരമലക്കുന്നുള്ളത്. പല തവണ ഇടിയുന്ന വേനൽ മഴയ്ക്ക് പോലും ഇടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കാലവർഷത്തിൽ ഇത് വലിയ ഭീഷണിയാകുന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ വീരമലക്കുന്നിൻ്റെ ഒരു അവസ്ഥ? ഈ വീരമലക്കുന്നിൻ്റെ ഈ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിൻ്റെ ഘടനയും വ്യക്തമായി അറിയുന്ന ഈ നാട്ടുകാർ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ആശങ്കകൾ അറിയിച്ചിരുന്നു. പക്ഷെ അവരാരും വേണ്ട രീതിയിൽ അത് ഗൗനിച്ചില്ല. അതിൻ്റെ അനന്തരഫലം കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചു. അതിലും രൂക്ഷമായി ഇക്കൊല്ലം അനുഭവിക്കാനിരിക്കുന്നു. കുന്നിടുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെക്കൽ അല്ലാതെ വേറെന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കുന്നത്, ഇതിനിടയിലാണ് ഒരു കാറിന് മുകളിൽ മണ്ണിടിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. മണ്ണിടിഞ്ഞല്ലോ, കാറിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് ടീച്ചർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അപ്പോഴും പിന്നെ ഡിബേറ്റ് ചെയ്തു എന്നല്ലാണ്ട് ഗതാഗതം മാറ്റി അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അന്ന് വന്നിട്ട് ഇത് ഒരു കൊല്ലമായി ഇപ്പോൾ പഠിച്ചു, എന്നിട്ട് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അധികൃതർ. അപ്പോൾ ഇപ്പോഴും മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയർ ഭൂവസ്ത്രമൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ടറിയണം. ഇളകിക്കിടക്കുന്ന മണ്ണാണ് ഇത്, ഏത് സമയത്തും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ നെറ്റടിക്കുന്നത് തന്നെ ഈ ഭൂമി കുളിർത്ത മണ്ണിൽ നെറ്റടിച്ചതിനെ കൊണ്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല. അതുപോലെ തന്നെ അങ്ങേ സൈഡിലാണ് കുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞു വീണത്. അവിടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉറച്ച മണ്ണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പണി തുടങ്ങുമ്പോൾ തന്നെ ഈ കുന്ന് ഇടിക്കുന്നതിനെതിരെ ഞങ്ങളെ ഇവിടുത്തെ മൈച്ച പ്രദേശവാസികൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. അന്ന് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. 3 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ കേസിന് പോയി. ആ കേസ് ഇപ്പം പിൻവലിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഇത് വളരെ ലൂസായിട്ടുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ വെച്ചാൽ കൊല്ലി എന്ന് പറയും. ആ കൊല്ലിയിൽ നിന്ന് വളരെ ഇതായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇപ്പം മഴ പെയ്യുമ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഒരു വഴിയും ഇതുവരെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ പ്രദേശവാസികളുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് സമീപത്ത് തന്നെയാണ് മട്ട്ളായി കുന്നുള്ളത്. നിലവിൽ മട്ട്ളായി കുന്നിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇതേ അവസ്ഥയിലുള്ള ഇതേ തരം മണ്ണിൻ്റെ ഘടന തന്നെ അവിടെയുള്ളു. അവിടെ ഒരുപാട് ഉയരത്തിൽ കുന്നിടിച്ച് ചതുപ്പ് നിലത്താണ് മണ്ണിട്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായി ആ മണ്ണ് അമരുമ്പോൾ റോഡിന് വിള്ളലൊക്കെ വരും. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ദീർഘദൃഷ്ടി അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരും എഞ്ചിനീയർമാരും കാണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇതുവഴി 100 കണക്കിന് വാഹനങ്ങളാണ്, ഇത് കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയാണ്, 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏത് സമയത്തും ഒരു ചെറിയ മഴ വന്നാൽ പോലും കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കാലവർഷത്തിൽ ഇതിൻ്റെ നിർമ്മാണം അതല്ലെങ്കിൽ ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കില്ല. എന്തായാലും ഇനി വലിയ തോതിലുള്ളൊരു അപകട ഭീഷണി തന്നെയാണ് വീരമലക്കുന്നിലും സമീപത്തുള്ള മട്ട്ളായി കുന്നിലും കാണാൻ സാധിക്കുന്നത്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല. നേരത്തെ വലിയ ആരോപണം മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഒക്കെ ഉയർന്നതാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകും, അതല്ല ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് വഴിതിരിച്ച് വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്, ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കനത്ത മഴയാണ് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥലമായി ഇപ്പോൾ വീരമലക്കുന്നും മട്ട്ളായി കുന്നും മാറിയിരിക്കുന്നു. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. വീരമലക്കുന്നിലെ അപകട സാധ്യതയാണ് KB ബൈജു ചൂണ്ടിക്കാണിച്ചത്. കാലവർഷം വരാനിരിക്കുകയാണ്. അപകട സാധ്യത ഏറെയുള്ള മേഖലയായിട്ടും കൂടി അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇടവേളയിലേക്ക് പോവാണ്, മടങ്ങിയത്.
നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന അവസ്ഥ മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കാലാനുസൃതമായ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റും. വിവിധ സമിതികൾ ചർച്ച നടത്തി ഇവിടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആകുന്ന അവസ്ഥയുണ്ടെന്നും ഇതടക്കം മാറ്റുമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് ഏത് മേഖലയിൽ ചെന്നാലും മലയാളികളായിട്ടുള്ള യുവതി യുവാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, നല്ല രീതിയിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് ഇവിടെ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഇൻഡസ്ട്രി ഗ്യാപ്പുണ്ട്. നമുക്ക് ആ ഇൻഡസ്ട്രി ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ MLA എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 10 വർഷം പല സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളോട് പറയുന്ന കാര്യം ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കേപ്പബിലിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ അതിന് ആവശ്യമായ പരിശീലനം ലഭിച്ച കുട്ടികളെ, ഉദ്യോഗാർത്ഥികളെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നതും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് പരമാവധി ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇന്ന് ലോകം മാറുക, നമ്മുടെ മൊബൈൽ ഫോണിലെ സോഫ്റ്റ്വെയർ മാറുന്നതിൻ്റെ വേഗത്തിലാണ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം, നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് അത് വളരെ റിജിഡാണ്. അതിന് മാറ്റങ്ങളും നമുക്കറിയാം, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് ഒരു കമ്മിറ്റി ഒരു സിലബസ് മുന്നോട്ട് വെച്ചു. അത് വിവിധ കമ്മിറ്റികളുടെ അപ്രൂവലൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും കൂടെ അതൊരു കോഴ്സ് എന്ന രൂപത്തിൽ അപ്രൂവലായി ഒരു കോളേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും കൂടെ അത് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ടെക്നോളജി മാറുകയാണ്. നമുക്ക് മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ അതേ വേഗത്തിൽ, അതേ ഫേസിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മൾ പിന്നോക്കം പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാറിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉടൻ പരിഹാരം കാണുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. ഇതിനാൽ ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കും. പഞ്ചായത്ത്, വ്യാപാരികൾ, ഉടമകൾ തുടങ്ങി ഇവിടുത്തെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയാവും യോഗം ചേരുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്നതല്ലെന്നും വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്നും വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. കോട്ടയം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ലൈഫ് മിഷൻ പിരിച്ചുവിടാൻ നീക്കം നടത്തിയാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നുവരുമെന്ന് CPM. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ലൈഫ് മിഷനെ അട്ടിമറിക്കാൻ BJPയും കേന്ദ്ര സർക്കാരുമാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായി പദ്ധതി തന്നെ ഇല്ലാതാക്കാനാണ് UDF ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും CPM കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിൽ തീരുമാനമായില്ല. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ VD സതീശന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കാണും. വൈകിട്ട് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്നും ചർച്ച. പാർട്ടിയെ അണികൾ തിരുത്തിയതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അംഗങ്ങളുടെ വിമർശനം. അതേസമയം പിണറായി വിജയൻ CCയിൽ പങ്കെടുക്കുന്നില്ല. വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്നാണ്. ഹുർഗി ഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഇക്കുറി റെക്കോർഡ് ടിക്കറ്റാണ് വിറ്റുപോയത്. 45 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം 42,87,350 വിഷു ബമ്പർ ടിക്കറ്റാണ് വിറ്റത്. പാലക്കാടാണ് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ വീതം 6 പേർക്കാണ് രണ്ടാം സമ്മാനം. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ വില ലിറ്ററിന് 87 പൈസയും ഡീസൽ വില ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. 10 ദിവസത്തിനിടയിൽ 3ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 4 രൂപ 81 പൈസയാണ് കൂടിയിരിക്കുന്നത്. മെയ് 16-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ കൂട്ടിയിരുന്നു. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. പെരുന്നാൾ അവധിയായതിനാൽ സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതിനാലാണ് മോചനം വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിൽ നിന്ന് മോചനമാകും എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ അതിന് ഇനിയും വൈകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പെരുന്നാൾ
തന്നെയാണെന്നാണ്. പെരുന്നാൾ അവധി ആയതുകൊണ്ട് സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതാണ് മോചനം വൈകുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ നൽകും. എന്തായാലും സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയാണ് അബ്ദുൾ റഹീം. പക്ഷേ മോചിതനാകില്ല അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എക്സിറ്റ് ഉത്തരവ്, മോചനത്തിനുള്ള എക്സിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് എക്സിറ്റ് വിസ തേടി നാട്ടിലേക്ക് എത്താനുള്ള ശ്രമം. പക്ഷേ അത് ഉണ്ടാകുന്നില്ല, ആ മോചനം വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞായറാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. എന്തായാലും മോചനം വൈകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് MS അനീഷ് കുമാറുണ്ട്. അനീഷെ, എല്ലാ നടപടികളും പൂർത്തിയാക്കി മോചിതനാകുമെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ഇനിയും വൈകുമല്ലേ? ഹരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ അബുദാബിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം 3 ദിവസം മുമ്പാണ് തടവ് ശിക്ഷയുടെ കാലാവധി അവസാനിച്ചത്. അതിനുശേഷം ഏത് നിമിഷവും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സൗദിയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അത് ജയിലിൽ മാത്രമല്ല, മറ്റ് പല വകുപ്പുകളുടെയും ഒരു ഏകോപനം, അവയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വേണം ഈ ജയിലിൽ നിന്നുള്ള ഒരു വിടുതൽ രേഖകൾ കിട്ടാൻ. അങ്ങനെ ഒരു വിടുതൽ രേഖ കിട്ടാൻ വൈകുന്നതാണ് നടപടിക്രമങ്ങൾ വൈകുന്നത്. ജയിലിൽ നിന്നുള്ള രേഖകൾ കിട്ടിയിട്ട് വേണം എക്സിറ്റ് വിസ അടിച്ച് എമർജൻസി വിസ വഴി അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തിക്കാൻ. സാധാരണഗതിയിൽ സൗദിയിൽ ജയിൽ ശിക്ഷയും മറ്റും അനുഭവിച്ച ശേഷം രാജ്യത്തിന് പുറത്താക്കുന്ന ആളുകൾ രാജ്യത്ത് ഒരിടത്തും പോകാൻ ഉള്ള നിയമമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിലിൽ പ്രത്യേക ഡീപ്പോർട്ടേഷൻ സെൻ്ററിൽ, അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വിടാനുള്ള ആളുകളെ പ്രത്യേക കേന്ദ്രത്തിലാണ് പാർപ്പിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് എയർപോർട്ടിലേക്ക് എക്സിറ്റ് വിസ പ്രകാരം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം അങ്ങനെയുള്ള ഡീപ്പോർട്ട് സെൻ്ററിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിക്ഷാ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജയിലിൽ തുടരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്നലെ എങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ പ്രവൃത്തി ദിനവും കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ഈ അവധി കഴിഞ്ഞ് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റും മറ്റ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഈ അബ്ദുൾ റഹീം നിയമസഹായ വേദിയൊക്കെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ ഇറക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും 20 വർഷമാണ് സൗദിയിലെ ജയിലിൽ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ കഴിയേണ്ടി വരും എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ സൗദി ബാലൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ കോടതി വിധിച്ചത്. പിന്നീട് രാജ്യവ്യാപകമായി അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളും മറ്റു ആൾക്കാരും ഒക്കെ പണം നൽകിയാണ്, ഏതാണ്ട് 34 കോടി രൂപ മോചനദ്രവ്യം നൽകിയാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. അതിനുശേഷവും ഈ പൊതു നിയമപ്രകാരമുള്ള ശിക്ഷാ കാലാവധി ജയിലിൽ പൂർത്തിയാക്കണമെന്ന ഉത്തരവാണ് കോടതി നൽകിയത്. അതുകൊണ്ടാണ് പണം നൽകി 1 വർഷം കൂടി അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹത്തെ കാണാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം. അദ്ദേഹത്തെ കാണാനുള്ള കാത്തിരിപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നിൽക്കുന്നു. ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു. പെരുന്നാൾ അവധി ആയതുകൊണ്ട് ഇത് മോചിതനാകാനുള്ള സാധ്യത വൈകുമെന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. 4 ദിവസത്തെ സന്ദർശനത്തിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തും. കൊൽക്കത്തയിലെത്തുന്ന മാർക്കോ റൂബിയോ ഉച്ചയോടെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യ-US വ്യാപാര കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും. തിങ്കളാഴ്ച ആഗ്രയും ജയ്പൂരും സന്ദർശിക്കും. ചൊവ്വാഴ്ച ഡൽഹിയിൽ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. വെനസ്വേലൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുമെന്ന് മാർക്കോ റൂബിയോ നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യ പ്രഖ്യാപിക്കും മുമ്പ് US ഇക്കാര്യം അറിയിച്ചത് വിവാദമായിരുന്നു. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് രാജിവെച്ചു. ഭർത്താവിന് അർബുദം സ്ഥിരീകരിച്ചതിനാൽ
പരിചരിക്കുന്നതിനാണ് രാജി എന്നാണ് വിശദീകരണം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജി ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തുൾസി ഗബാർഡിന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോൺ ലൂക്കാസ് ഇടക്കാല നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് തുൾസി ഗബാർഡ് ഭരണകൂടവുമായി ഭിന്നതയിലാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നടൻ മാധവ് സുരേഷിനെ അസഭ്യം പറഞ്ഞ് യൂട്യൂബർ അശ്വന്ത് കോക്ക്. ന്യൂസ് 18 അഭിമുഖത്തിൽ മാധവ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അശ്വന്ത് കോക്ക് യൂട്യൂബ് ചാനലിലൂടെ അസഭ്യം പറഞ്ഞത്. ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ പറയാതെ ഇരിക്കാൻ അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് മാധവ് സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികരണം. അട്ടഹാസം, അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിയുടെ മോനാണ് മേധവ് സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ്, മത്തായി എന്നൊക്കെ പറഞ്ഞിട്ട്, അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ പേര് മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന്. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിൻ്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരത്തിനറിയാം. എന്നിട്ട് പറയുവാണ്, ഈ മാനിനിരുന്ന് പറയുവാണ് 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഐ ഹാവ് ഓൾറെഡി ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്, എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ ബ്രോ അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ്, കേസ് ഫയൽ ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. കോൺഗ്രസ് ആണ് ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി എന്ന് തുടങ്ങുന്ന പാട്ടാണ് കഴിഞ്ഞ 3 പ്രധാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നത്. ഈ പാട്ട് എഴുതി സംഗീതം നൽകിയ അധ്യാപകനായ എബി പാപ്പച്ചൻ പാട്ടുവിശേഷങ്ങളുമായി ചെയ്തു. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലെറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ ഒത്തു നീങ്ങിടും. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസിന്റെ പ്രചരണ വേദികളിലാകെ മുഴങ്ങിക്കേൾക്കുന്ന ഈ പാട്ട് എഴുതിയ ആൾ തന്നെയാണ് ഇപ്പോൾ പാടിയത്. അധ്യാപകൻ കൂടിയായ എബി പാപ്പച്ചനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ സാധാരണഗതിയിൽ ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ കൂടുതൽ ഇടതുപക്ഷത്തിനാണ് അങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇടക്കാലത്ത് പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു രീതി കുറവായിരുന്നു കോൺഗ്രസിന്. പക്ഷെ അത് എങ്ങനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണോ ഇത്തരം ഒരു പാട്ടിലേക്ക് വന്നത്? അല്ല, അതൊരു ധാരണയാണ്. ഈ വിപ്ലവ ഗാനങ്ങൾ, ഏറ്റവും ഉശിരുള്ള ഗാനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് മാത്രമാണെന്നുള്ളത് ഒരു ധാരണയാണ്. വരിക സഹചര്യം എന്നുള്ള പാട്ടിന്റെ എത്ര ഉശിരുള്ള ഒരു പാട്ട് ഏതാണ് ഇറങ്ങിയിട്ടുള്ളത്? ഒരുപാട് പാട്ടുകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിനും സ്വാതന്ത്ര്യ സമരത്തിനും ശക്തി പകരുന്ന രീതിയിലുള്ള 100 കണക്കിന് പാട്ടുകൾ എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് പിൽക്കാലത്ത് ഇടതുപക്ഷത്തിന്റെ ആവേശകരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ സാർ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെ സിരകളെ ചൂടുപിടിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളുടെ എണ്ണം കോൺഗ്രസിന് വളരെ കുറവായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് ആളുകൾ സ്വീകരിക്കുകയും കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഏറ്റവും ജനപ്രീതിയുള്ള കോൺഗ്രസ് സോങ്ങായി ഇത് നിലനിൽക്കുകയും ചെയ്യുന്നതിനകത്ത് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പാട്ട് എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പ്രചരണ ഗാനം എന്ന നിലയ്ക്കാണോ, അതോ ഏത് തരത്തിലാണ് ഈ ഒരു പാട്ട്? ഇതൊരു യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഏറ്റവും ഹിറ്റായതെന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള പാട്ട് അതിനെ ഏത് തരത്തിലാണ് ചിട്ടപ്പെടുത്തിയത്? ഈ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രം,
കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രാവബോധം ഉണ്ടാക്കുന്ന പാട്ടുകൾ, അതോടൊപ്പം തന്നെ വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ടുണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാട്ട് എഴുതിയതും അതിന്റെ ഈണമിട്ടതും. ഈ പാട്ട് എഴുതിയതും അതിന്റെ ഈണമിട്ടതും ഞാൻ തന്നെയാണ്. അതിന്റെ കോറസ് പാടിയിരിക്കുന്നത് ഞാനാണ്. ഒരുപാട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മത്തായി സുനിൽ എന്ന് പറയുന്ന ഒരു ഗായകൻ, ഒരു നാടൻപാട്ട് കലാകാരന്റെ മനോഹരമായ ശബ്ദം ആ പാട്ടിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ സാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പാട്ട് ഏറ്റവും മനോഹരമായ ഒരു ഗാനമായിട്ട് മാറുന്നത്. അത് തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന കാര്യം. നമ്മുടെ കേരളത്തിൻ്റെ ഏത് സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് എഴുതിയ ആളാണ്, ഇതിന് സംഗീതം നൽകിയ ആളാണെന്ന് പറയുമ്പോൾ തിരിച്ചറിയപ്പെടുകയും വലിയ സന്തോഷവും സ്നേഹവും അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നത് വളരെ നന്നായിട്ട് അനുഭവിക്കാൻ ഈ നാളുകളിൽ എനിക്ക് കഴിയുന്നു. എന്തായാലും ഇനിയും കോൺഗ്രസിന് വേണ്ടി ഇത്തരത്തിൽ മനോഹരമായ പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ എന്ന് ശ്രീ എബി പാപ്പച്ചനെ ആശംസകൾ നേരുന്നു. ക്വീൻസ് ക്രിക്കറ്റ് ലീഗിന്റെ 1ാം സീസൺ ലേലം പൂർത്തിയായി. പ്രതിഭാധരനായ വനിതാ ക്രിക്കറ്റർമാർക്ക് ഒരു പ്രൊഫഷണൽ വേദി ഒരുക്കുകയും വനിതാ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 16 ഫ്രാഞ്ചൈസി ടീമുകളിൽ നിന്നായി 192 വനിതാ ക്രിക്കറ്റർമാരാണ് ക്വീൻസ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 16 ട്രാൻസ് വനിതാ താരങ്ങളും ഉൾപ്പെടും. ഇതോടെ കേരളത്തിലെ ഏറ്റവും ഇൻക്ലൂസീവായ വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ ഒന്നായി ക്വീൻസ് ക്രിക്കറ്റ് ലീഗ് മാറി. കൊച്ചി വൈറ്റ്ലിയിലെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നടന്ന ലേലത്തിൽ 100-ലധികം ബിസിനസ്സുകാരും ഫ്രാഞ്ചൈസി ഉടമകളും പങ്കെടുത്തു. പ്രമുഖ സിനിമാ താരങ്ങളായ സുധി കോപ്പ, അർജുൻ രാധാകൃഷ്ണൻ, സേതുലക്ഷ്മി എന്നിവർ പ്രത്യേക അതിഥികളായി. യെല്ലോ ക്ലൗഡിന്റെ ചെയർമാനും സ്ഥാപക ഡയറക്ടറുമായ ശിവപ്രസാദാണ് ക്വീൻസ് ക്രിക്കറ്റ് ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ. ക്വീൻസ് ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് ബേസിക്കലി കേരളത്തിലെ പല മേഖലകളിലുള്ള ലേഡി ക്രിക്കറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ബേസ്ഡ് ക്രിക്കറ്റ് ലീഗാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത്. സോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ക്വീൻസ് ക്രിക്കറ്റ് ലീഗിൽ രണ്ടുപേരും. യെല്ലോ ക്ലൗഡ് ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസറാണ്. സോ എന്നോട് ആദ്യമായിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തത്. കാരണം ഇത് വെറും ക്രിക്കറ്റേഴ്സ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ 16 ടീമിലും ഒരു ട്രാൻസ് വുമൺ ക്രിക്കറ്റർ കൂടെ 100% കളിക്കണമെന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കേരളത്തിലും അതിനപ്പുറവും വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും വനിതാ ക്രിക്കറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്വീൻസ് ക്രിക്കറ്റ് ലീഗിന്റെ പ്രധാന ലക്ഷ്യമെന്നും സംഘാടകർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള തുളസി ഭാസ്കരൻ മെമ്മോറിയൽ ആസ്റ്റർ മിംസ് ജേർണലിസ്റ്റ് വോളി ലീഗ് സീസൺ 7 ജൂൺ 2 വരെ നടക്കും. ജൂൺ 6, 7, 8 തീയതികളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ ഫ്ലഡ് ഗ്രൗണ്ടിലാണ് മത്സരം. കേരളത്തിലെ വിവിധ പ്രസ് ക്ലബ് ടീമുകൾ 3 ദിവസങ്ങളിലായി JVL മാറ്റുരയ്ക്കും. എക്സൈസ്, ഫോറസ്റ്റ്, സെൻട്രൽ ജയിൽ, ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, ആസ്റ്റർ മിംസ് ടീമുകളുടെ ടൂർണമെന്റും മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി അറിയിച്ചു. സ്പെഷ്യൽ ഡേ ആണ്, നോക്കിയിട്ട് വരാം. ധ്രുവിന്റെ 1ാം പിറന്നാളാണ് ഇന്ന്. പാലക്കാട് സ്വദേശികളായ കാർത്തിവൻ ദീപിക ദമ്പതികളുടെ മകനാണ്. ആശംസകൾ അറിയിക്കുകയാണ് ബന്ധുമിത്രാദികൾ. രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.